പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഉദ്യമങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവെ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അങ്ങയുടെ സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ കൃപാവരങ്ങളാൽ നിറച്ച് സ്വർഗത്തിന്റെ സഹായത്തില് ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. യാതൊന്നും ഞങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിച്ച് എല്ലാ കെട്ടുകളും പൊട്ടിച്ച് എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങളുടെ ജീവിതത്തില്, കുടുംബത്തില്, പൗരോഹിത്യത്തില്, ശുശ്രൂഷയില്, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തില് കർത്താവേ വലിയൊരു തുറവി അഭിഷേകമായി, സൗഖ്യമായി, സമാധാനമായി, വിടുതലായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ വലിയ ആത്മീയ മേഖലകളിലൂടെ നമ്മുടെ കർത്താവ് നമ്മെ നയിച്ചുകൊണ്ട് യഥാർത്ഥമായ രക്ഷാനുഭവത്തിലേക്ക് നമ്മെ ആനയിക്കുകയാണ്. ഈ ജൂൺ മാസത്തിന്റെ പ്രത്യേക ചൈതന്യത്തില് കർത്താവിന്റെ സ്നേഹത്തിന്റെ പാരമ്യമായ തിരുഹൃദയത്തിന്റെ ശക്തമായ സന്ദേശങ്ങളില് വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നൽകുന്ന രക്ഷ അത് സ്വന്തമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതല്ലാതെ രക്ഷപ്പെടാൻ വേറെ വഴിയില്ല എന്ന സത്യം വീണ്ടും വീണ്ടും പ്രഘോഷിച്ചുകൊണ്ട് സത്യസുവിശേഷം കർത്താവ് നമ്മോട് പറയുകയാണ്. യോഗ്യതയോടെ, ഒരുക്കത്തോടെ ഇത് സ്വീകരിക്കുവാൻ നമുക്കിടയാകണം. നമ്മൾ ഇന്നലെ കടങ്ങളുടെ മേഖലയെ കുറിച്ചൊക്കെ ധ്യാനിച്ചു, ചിന്തിച്ചു. ഞാൻ വീണ്ടും ആരാധനയ്ക്കിരുന്നൊക്കെ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനിച്ചപ്പോൾ കുറെ കൂടി കാര്യങ്ങൾ ഈ കടത്തിന്റെ മേഖലയിൽ നമ്മൾ പരിഹരിക്കപ്പെടണം. കടം വന്നാൽ അത് വീട്ടണം. അത് വീട്ടിയില്ലെങ്കിൽ അത് കടബാധ്യതയാണ്. നമുക്ക് നമ്മുടെ കുടുംബം, ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്ന 1-2 മേഖല കർത്താവ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ കുടുംബത്തിൽ വിവാഹമോചനം, കുടുംബജീവിതത്തെ തകർക്കുന്ന പ്രവൃത്തി, ഗർഭചിത്രം, ജീവനെ നശിപ്പിക്കുന്ന പ്രവൃത്തി, കൊലപാതകം, ആത്മഹത്യ, ഇതൊന്നും ഒരു കുടുംബത്തില് സംഭവിക്കാൻ പാടില്ല. ഇന്ന് പല കുടുംബത്തിന്റെയും പല പല പ്രശ്നങ്ങൾ മക്കളെ ചൊല്ലി, കുടുംബത്തെ ചൊല്ലി, കുടുംബജീവിതത്തെ ചൊല്ലി പല പല പ്രശ്നങ്ങളെ പിന്നിലേക്കൊക്കെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്തുകൊണ്ട് 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 എന്ന ചോദ്യത്തിന് ഉത്തരം, കാരണം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്തു. ദൈവം പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ 2 അല്ല ഒറ്റ ശരീരമാണ് ദൈവം യോജിപ്പിച്ചത്, മനുഷ്യൻ വേർപ്പെടുത്തരുത്, അരുത്. എത്രയോ ജീവിതങ്ങൾ ഇന്ന് നിസ്സാര കാര്യത്തിന്റെ പേരില് ദൈവം പറഞ്ഞ വാക്കിന് വിലയില്ലാതെ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്ത് പല പല കാര്യങ്ങൾ. എൻ്റെ മക്കളെ, അതിൻ്റെ കടം അത് ഭയങ്കരമായ ശാപമായിട്ട് കിടക്കുന്നു. ഗർഭചിത്രം, ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. അത് നശിപ്പിക്കാനോ കൊല്ലാനോ ഇല്ലാതാക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ ഒരാൾക്കും അവകാശമില്ല. ജീവൻ അപ്പന്റെ പണിയല്ല, അമ്മയുടെ പണിയല്ല, നമ്മുടെ ആരുടെയും വ്യക്തിപരമായ പണിയുമല്ല. അത് ദൈവത്തിന് ദാനമാ. ആ ജീവനെ കൊല്ലാന്ന് പറഞ്ഞ, നശിപ്പിക്കാന്ന് പറഞ്ഞ ഓർത്തോക്കി, ആ കടം നിസ്സാരമാണോ? ഒരു ജീവൻ ഉണ്ടാക്കാൻ പറ്റുമോ? അതിന്റെ കടം, അതിന്റെ ശാപം, അതിന്റെ ശിക്ഷ വലുതാ. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യരുത്. ആത്മഹത്യ, ഒത്തിരിയേറെ മക്കൾക്ക് മരിക്കാനൊരു പേടിയില്ല. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് അവകാശമുണ്ട്? ദൈവം തന്ന ജീവൻ അത് നശിപ്പിക്കാനായിട്ട് ഒരുവനും ഒരുവൾക്കും അധികാരമില്ല, അവകാശമില്ല. ഇങ്ങനെയുള്ള മേഖലകളിൽ നമ്മുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലും വന്നു പോയിട്ടുള്ള ആ ഒരു പ്രവൃത്തി, കടങ്ങള്, അതിന്റെ ശാപങ്ങൾ, അതിന്റെ ശിക്ഷയും ശാപവും പിശാച് അവിടെ ഏറ്റെടുക്കുക. മരണത്തിന്റെ സംസ്കാരം പിശാച.
മരണ സംസ്കാരത്തിന്റെ ഉടയവനാകുന്ന പിശാചിന്റെ പിടിയിൽ അമർന്നു പോയ ആധിപത്യമെന്ന് ഹെബ്രായർ 2:15 പറയുന്നുണ്ട്. മരണ സംസ്കാരത്തിന്റെ ഉടയവനാകുന്ന പിശാച്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു മേഖലയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതിന്റെ കടങ്ങൾ ഇങ്ങനെ കുടുംബത്തിൽ കിടക്കുന്നു. എന്നിട്ട് ആ പ്രശ്നമാണ് അച്ഛാ ബന്ധിക്കണം, ആ തടസ്സമാണ് അച്ഛാ ബന്ധിക്കണം, ഗതി പിടിക്കണില്ല അച്ഛാ, മക്കൾ അനുസരിക്കണില്ല എന്ന ഒച്ചപ്പാടാണ്, ബഹളമാണ്. ഈ കടങ്ങൾ കിടക്കുന്നിടത്തോളം കാലം ഈ ഒച്ചപ്പാടും ഈ തടസ്സവും ഒക്കെ അതുപോലെ നടന്നുകൊണ്ടിരിക്കും. ഇതിന് പരിഹാരം എന്താണ്? വിശുദ്ധ കുർബാന, കർത്താവിന്റെ കരുണ. ഒരു കാര്യം അച്ഛൻ പറയാം, ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിടിയിന്ന് പോയി. പിന്നെ അതിന് പരിഹാരം നമുക്കറിയാം. പാപത്തിന് പരിഹാരം നമുക്ക് പറ്റില്ല, അതിന്റെ കടങ്ങൾ വീട്ടാൻ നമുക്ക് പറ്റില്ല, ആ ശാപം നീക്കാൻ നമുക്ക് പറ്റില്ല. അതിന് സാധിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, പാപമില്ലാത്ത കർത്താവ്. പാപപരിഹാരത്തിന് വേണ്ടി നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് ഹെബ്രായർ 9:22 രക്തം ചിന്താതെ പാപമോചനമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് രക്തം ചിന്തി പാപത്തെ മോചിപ്പിച്ച കർത്താവ്, ശാപങ്ങളെ ഏറ്റെടുത്ത കർത്താവ്, കടങ്ങൾ വീട്ടാൻ വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് എല്ലാ കടത്തിനും ആ കടങ്ങൾ വീട്ടാൻ വേണ്ടി അതെല്ലാം സ്വയം ഏറ്റെടുത്ത കർത്താവ്. ഈ കർത്താവിനല്ലാതെ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ പരിഹാരം ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറെ പ്രായശ്ചിത്തമൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തങ്ങൾ. ഇപ്പൊ ഗർഭചിത്രം നടന്നിട്ടുണ്ടോ? ജീവനെ സംരക്ഷിക്കുന്ന പ്രായോഗികമായ അനാഥശാലകളിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവന് വളർത്തുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സാമ്പത്തികമായി സഹായിക്കാനൊക്കെ, സപ്പോർട്ട് ചെയ്യാനൊക്കെ. അതോടൊപ്പം തന്നെ മക്കളെ പരിഹാരം ചെയ്യാൻ പറ്റില്ല. പരിഹാരം കർത്താവിനെ ചെയ്യത്തുള്ളൂ. അത് കർത്താവെ ചെയ്തോളൂ, അത് കർത്താവിനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കർത്താവ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? നമ്മൾ പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നമ്മൾ ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവകരുണയ്ക്ക് വേണ്ടി. ഇനി ഏതെങ്കിലും വിധത്തിൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന വിവാഹ ജീവിതത്തിന്റെ മേഖലകളോ അല്ലെങ്കിൽ ഇനിയും മക്കൾ ജനിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ കൂടുതൽ മക്കൾക്കൊക്കെ ജന്മം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും കർത്താവിന്റെ വചനം ലംഘിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക്, മാനസാന്തര ജീവിതത്തിലേക്ക് നമ്മൾ വരണം. അതോടൊപ്പം തന്നെ വന്നുപോയ കാര്യങ്ങൾ, ചെയ്തുപോയ കാര്യങ്ങൾ, അത് കർത്താവിന് മാത്രം, അതിനി കർത്താവിന്റെ കരുണയിൽ മാത്രമാണ് പരിഹാരവും രക്ഷയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ മേഖലയിൽ ഈ കർത്താവിന്റെ ബലിയർപ്പിക്കുകയാണ്. ഈശോയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരുണയുടെ ജപമാലയൊക്കെ ചൊല്ലി, തിരുരക്തത്തിന്റെ ജപമാല ചൊല്ലി, അതോടൊപ്പം തന്നെ അതിനെല്ലാം ഉപരി ഇതൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്നായിട്ട് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന പാപപരിഹാര ബലി, ഞാൻ അതിനെ കുറിച്ച് പറയും, പാപപരിഹാര ബലി അർപ്പിച്ച് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്റെ രക്ഷ സ്വന്തമാക്കി ശരിക്കും എടുത്താൽ ഇന്നതിലൂടെ കടന്നു വന്ന കടബാധ്യതകളും ആ കടബാധ്യതയുടെ മേൽ അധികാരമുള്ള പിശാചിന്റെ പ്രവൃത്തികളും അവകാശങ്ങളും ആധിപത്യങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവ് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ എല്ലാ ഉദ്യമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വിടുതൽ തരും. അവിടെ സൗഖ്യമുണ്ട്, രക്ഷയുണ്ട്, വളർച്ചയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഇല്ലാതെ ഇതൊന്നും ചെയ്യാതെ മക്കളെ ഏതച്ഛൻ വന്ന് വെഞ്ചരിച്ചാലും ഏതച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാലും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഈ വഴിയല്ലാതെ ഈ കടത്തിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട അനന്തര ശാപത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്നും മോചനമില്ല കർത്താവിന്റെ കുരിശിലെ ബലിയിലൂടെ അല്ലാതെ. അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി ബലി അർപ്പിക്കുക, കർത്താവിന്റെ കരുണ സ്വീകരിക്കുക. ഈ ദിവസങ്ങൾ അച്ഛൻ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കുത്തിയിരുന്ന് പറ്റുകയാണെങ്കിൽ ദേവാലയത്തിൽ പോയിരിക്കുക, ദിവ്യകാരണ ആരാധന മുമ്പിൽ പോയിരിക്കുക, പരിശോധിക്കുക മക്കളെ. ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. അല്ലാതെ അച്ഛന്മാരുടെ അടുത്ത്, കൗൺസിലേഴ്സിന്റെ അടുത്തും സോക്കോൾഡ് ബ്രദർമാരുടെ അടുത്തും പോയിട്ടൊന്നും നീ ഞാനൊന്നും രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പരിശോധിച്ച് കർത്താവിന്റെ കുരിശിലെ ബലി, വിശുദ്ധ കുർബാന, അതിനുവേണ്ടി ഒരുങ്ങണം, സമയം കണ്ടെത്തണം, പരിശോധിക്കണം, ക്രമപ്പെടുത്തണം. അതാണ് 2 ദിനവൃത്താന്തം 27:6. യോഥാം കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി. ഞാൻ പറയും, നിത്യാരാധനയ്ക്ക് വന്നിരിക്കും മക്കളെ, നിത്യാരാധന പോയിരിക്കും മക്കളെ. പള്ളിയിൽ പോയി ഒറ്റയ്ക്കിരിക്കുകയും സക്രാരി മുമ്പിൽ, ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് ആ കുരിശിലേക്ക് നോക്കി കർത്താവ് ചെയ്ത ഈ പ്രവൃത്തികളൊക്കെ ധ്യാനിച്ച് നിന്റെ വ്യക്തി ജീവിതത്തില്, നിന്റെ കുടുംബത്തില് അത് വ്യക്തിപരമായി സ്വീകരിച്ച് കർത്താവിന്റെ കുരിശിലെ ബലി അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചോ. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇല്ലാണ്ട് രക്ഷപ്പെടില്ല.
ഈശോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യവർഗം എൻ്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ഈശോ അതിനുവേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. മക്കളെ സ്വീകരിക്കുക, എളിമപ്പെടുക, അനുദപിക്കുക, കർത്താവിലേക്ക് തിരിയുക. യഥാർത്ഥമായ പരിഹാരം ഇവിടെയുണ്ട്. ഞങ്ങളുടെ അടുത്തോളം ഈ ഒരു രക്ഷ കണ്ടെത്താനോ മനസ്സിലാക്കാനോ സാധിക്കുന്നവർ വളരെ ചുരുക്കമുള്ളൂ. ഈ ശുശ്രൂഷയൊക്കെ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് മക്കൾ ഏറ്റെടുത്ത് സ്വന്തമാക്കേണ്ട ശുശ്രൂഷയാണ്. പക്ഷേ അതിനൊന്നും അധികം ആളുകളൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. 6000-7000 പേരൊക്കെയാണ് ദിവസം ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ട നിങ്ങൾ ഈ പങ്കെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതാണ് യഥാർത്ഥമായ രക്ഷാ അടിസ്ഥാനം. ഇത് നമ്മൾ അത് പ്രഘോഷിച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന, കൂദാശ ജീവിതം, കർത്താവിന്റെ സാന്നിധ്യം, ദിവ്യ കാരുണ്യം ഇതിലേക്ക് ഉറപ്പിക്കപ്പെടും. ആ ജീവിതം ഉണ്ടാവണം. അതില്ലാണ്ടൊന്നും രക്ഷപ്പെടുന്നില്ല. ഈശോ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി തന്നത് ഈ കുരിശിലെ ബലിയും ദിവ്യകാരുണ്യവും തിരുഹൃദയമാണ്. അത് മനസ്സിലാക്കി ചുമ്മാ പോയിരിക്കല്ല, അർത്ഥം മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുകയാണ്, നമ്മുടെ ശുശ്രൂഷ അനേകർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, പങ്കുവെച്ചു കൊടുക്കുക. കാണുന്നവരൊക്കെ കാണട്ടെ, സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ. രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുക. വേറെ ഒന്നും ചിന്തിക്കണ്ട. പൗലോസ് പറഞ്ഞില്ലേ, ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾ അറിയണ്ട. രക്ഷയുടെ വഴിയതാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. ഭയങ്കര നടുവേദനയും കാലുവേദനയും. ഈ നോമ്പ് കാലമെങ്കിൽ വെക്കേഷൻ നമുക്ക് ഒത്തിരി ധ്യാനങ്ങളായിരുന്നല്ലോ. ഇപ്പോൾ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിലും ചെറിയ പ്രാർത്ഥനയിലൊക്കെയാണ്. അച്ഛനോട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങൾ ഒത്തിരി കൃപാഭിഷേകത്തിൻ്റെ ദിവസങ്ങളുടെ അച്ഛൻ ജീവിതത്തിൽ മാറട്ടെ. അതോടൊപ്പം തന്നെ കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒത്തിരി നമ്മൾ 19, 20, 21 ധ്യാനമാണ്. അതിലൊക്കെ അച്ഛനുണ്ടാവും. നിങ്ങൾ ശക്തമായിട്ട് അതിനു മുമ്പ് അച്ഛൻ്റെ ആത്മീയമായ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകളൊക്കെ പിശാചിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ശുശ്രൂഷകളാണ്. കുരിശിനെ പ്രഘോഷിക്കാമെന്ന് പറഞ്ഞാൽ, കുർബാനയെ പ്രഘോഷിക്കാമെന്ന് പറഞ്ഞാൽ പിശാച് ഒത്തിരി തടസ്സപ്പെടുത്തും. അതെനിക്ക് ഒത്തിരി അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന മധ്യ ഇരുന്ന് പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ വലിയ ഇടപെടലിനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊരു കൂട്ടായ്മയാണ്, ഒരു കുടുംബമാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യ യാത്രകളൊക്കെ ശക്തമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. ഇതിലും അതിശക്തമായിട്ട് ദിവ്യകാരുണ്യ യാത്രകൾ ഈ കുർബാനയുടെ ശക്തമായ ഇടപെടൽ അനേകരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ കാർമൽ ധ്യാന കേന്ദ്രത്തെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ സഹായിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഈ ആലയത്തിലൂടെ അനേകം ആത്മാക്കളെ ഈ അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുക. അതുകൊണ്ട് നിങ്ങളൊക്കെ അച്ഛൻ ഇവിടുത്തെ ധ്യാനത്തിലൊക്കെ ക്ഷണിക്കുകയാണ്. 2 കൺവെൻഷന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകമാവിധം അഭിഷേകത്തിലും ശക്തിയിലും വിടുതലിലും പിശാചിന്റെ ആധിപത്യങ്ങൾ തകർത്തും മുന്നോട്ട് പോകാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ചോദ്യങ്ങളെയും അനുഗ്രഹിക്കട്ടെ. മക്കളെ അച്ഛൻ്റെ പ്രാർത്ഥനയിലുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടി കുർബാന അർപ്പിക്കുന്നത് ഓർത്താൽ മതി. ഇവിടെ വന്ന് അർപ്പിക്കുന്നവർക്കറിയാം, എല്ലാ കുർബാനയിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി പേരെടുത്തു പറഞ്ഞ് എല്ലാ കുർബാനയിലും യാചനാ പ്രാർത്ഥന സമയത്ത് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഓസ്ട്രേലിയയിൽ വിളിച്ച് പറയാണ്, ഒരു അഭിഷിക്തൻ അൾത്താരയിൽ നിന്ന് ബലിമധ്യേ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലും നിഷേധിക്കപ്പെടില്ല, സ്വീകരിക്കപ്പെടാതെ പോകില്ല, ഫലമണിയാതെ പോകത്തില്ല. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഓരോ ബലിയിലും കരങ്ങൾ വിരിച്ചു പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ കമന്റ് ബോക്സിലും വാട്സപ്പ് മെസ്സേജിലും ഫോൺ വിളിച്ചൊക്കെ പറയുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ഉറപ്പാ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ ആനയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ പാപികളാണ്, നന്ദി കെട്ടവരാണ്, അനുസരണമില്ലാത്തവരാണ്. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്ത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഒത്തിരിയേറെ കടങ്ങൾ വിളിച്ചു വരുത്തി കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ പാപത്തിന്റെ ശാപങ്ങൾക്കും കടബാധ്യതകൾക്കും അതിന്റെ ആധിപത്യങ്ങൾക്കും ഒക്കെ ഇടയായിപ്പോയി. അതിലൂടെ കടന്നു വന്ന തകർച്ചകള്, രോഗപീഠകള്,
വഴിതെറ്റിപ്പോയ മക്കള്, സാമ്പത്തിക മേഖല, ജോലി മേഖല തടസ്സങ്ങള്, കുടുംബജീവിതത്തിലെ തടസ്സങ്ങള്, മരണത്തിന്റെ ചില സ്വഭാവങ്ങള്, ഈശോയെ എല്ലാം തിരു മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ നടന്നു പോയ ആത്മഹത്യ, വ്യഭിചാരം, ഗർഭചിത്രം, വിവാഹമോചനം, കുടുംബ കലഹങ്ങള്, മക്കൾ ജനിക്കാതെ പോയത്, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ജനിക്കാമായിരുന്ന അനേകായിരങ്ങളിൽ ലക്ഷക്കണക്കിന് മക്കള്, കോടിക്കണക്കിന് മക്കള് ജനിക്കാതെ പോയിട്ടുണ്ട്. കർത്താവിനെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവ്, ഈ കടബാധ്യത, ഈ കുഞ്ഞു കിടക്കുന്ന കടങ്ങൾ എവിടെ ചെന്ന് വിട്ടും ഒരു പിടിയുമില്ല. പക്ഷേ അങ്ങ് ഞങ്ങളുടെ കടങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. കടങ്ങളുടെ പ്രതിക്കായിട്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച ബലിയുടെ യോഗ്യത അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള, എൻ്റെ വ്യക്തി ജീവിതത്തിന് മേലുള്ള, പൗരോഹിത്യത്തിന്റെ മേലുള്ള, കർത്താവെ, ഓരോ മക്കളുടെയും മേലുള്ള എല്ലാ കടങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ. കടബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട തകർച്ചകള്, ജപ്തികള്, ബാധ്യതകള്, അവസ്ഥകള് എല്ലാം അങ്ങ് എടുത്തു മാറ്റണം. ആത്മീയമായ മേഖലയിലെ കടബാധ്യതകള് ശാരീരികമായ മേഖലയിലേക്കും ഭൗതികമായ മേഖലകളിലേക്കും വ്യാപരിക്കുന്നു എന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. കർത്താവെ, എല്ലാ കടങ്ങളും ഏറ്റെടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. മക്കളെ, ഒത്തിരി കടങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. പാരമ്പര്യത്തിലൂടെ, പൂർവികരിലൂടെ കടന്നു വന്ന കടങ്ങൾ, നമ്മളും ഒത്തിരി കടങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് മാപ്പ് ചോദിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും, തലമുറയുടെ മേലുമൊക്കെ കരുണയായിരിക്കണമേ എന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ കാരുണ്യവാനാണ്. ഈശോ അതിനു വേണ്ടിയാ വന്ന്. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ കരുണ നിരില്ലാത്ത കടല് പോലെയാണ്. ആ കരുണക്കടലിലേക്ക് കടന്നു വരുന്ന ഒരുവൻ പോലും നിരാശപ്പെട്ടു പോകേണ്ടി വരത്തില്ലെന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. മക്കളെ, സ്വീകരിക്കാം ആ കരുണ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി അങ്ങയുടെ കൃപാദാനങ്ങൾ ചൊരിഞ്ഞ് കടങ്ങൾ വീട്ടിയ കുരിശുമന ശക്തിയാല് ഞങ്ങളുടെ മേലുള്ള, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള, ഞങ്ങളുടെ മക്കളുടെ മേലുള്ള എല്ലാ കടങ്ങളും വീട്ടിക്കൊണ്ട് ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോടും മക്കളോടും കരുണയായിരിക്കണമേ. അതിലൂടെ തടസ്സങ്ങൾ മാറ്റി, കെട്ടുകൾ പൊട്ടിച്ച്, സാത്താന്റെ അവകാശങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളുടെ മക്കളോടും കരുണയായിരിക്കണേന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച എൻ്റെ മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയതൊക്കെ ഞങ്ങൾക്ക് തിരികെ തരാൻ വേണ്ടി അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും ശാപങ്ങളും കടങ്ങളും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ദിവ്യകാരുണ്യ ഈശോയെ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വലിയ കരുണ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ചൊരിയണമേ ഈശോയെ.